നമസ്കാരം. പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ നാം ഇതുവരെ വിശ്വസിച്ചിരുന്ന ശാസ്ത്ര സത്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന വിസ്മയകരമായ കാഴ്ചകളാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഭൂമിയിൽ നിന്ന് 117 പ്രകാശവർഷം അകലെയുള്ള LHS-1903 എന്ന നക്ഷത്രവും അതിനെ ചുറ്റുന്ന ഗ്രഹസമൂഹവും. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കിയോപ്സ് സ്പേസ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിലാണ് ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിൽ നിലവിലുള്ള ശാസ്ത്ര ധാരണകളെ പാടെ തിരുത്തുന്ന കണ്ടെത്തലുകൾ നടത്തിയത്. സാധാരണയായി ഒരു നക്ഷത്രത്തോട് അടുത്തു നിൽക്കുന്ന ഗ്രഹങ്ങൾ പാറകൾ നിറഞ്ഞവയും അകലെയുള്ളവ വാതകങ്ങൾ നിറഞ്ഞവയുമാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ പുതിയ ഗ്രഹസമൂഹത്തിന്റെ ഘടന തികച്ചും വിപരീതമാണ്. സൂര്യന്റെ പകുതി മാത്രം വലിപ്പമുള്ള റെഡ് ഡോർഫ് ഇനത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് LHS-1903. ഇതിനെ ചുറ്റുന്ന 4 ഗ്രഹങ്ങളിൽ ഉൾഭാഗത്തുള്ള ആദ്യ ഗ്രഹം പാറകൾ നിറഞ്ഞതും അടുത്ത 2 ഗ്രഹങ്ങൾ വാതകങ്ങൾ നിറഞ്ഞതുമാണ്. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 4ാമത്തെ ഗ്രഹം വീണ്ടും പാറകൾ നിറഞ്ഞ ഒന്നായി കാണപ്പെടുന്നു. ശാസ്ത്രലോകം ഇതുവരെ വിശ്വസിച്ചിരുന്നത് നക്ഷത്രത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഗ്രഹങ്ങൾ കൂടുതൽ വാതകങ്ങളും മഞ്ഞും ഉൾക്കൊള്ളുന്നവയാകാം എന്നാണ്. എന്നാൽ ഈ സിദ്ധാന്തപ്രകാരം 4ാമത്തെ ഗ്രഹം ഒരു വാതക ഗ്രഹമാകേണ്ടതായിരുന്നു. ഈ അസ്വാഭാവിക ക്രമീകരണത്തെ അകത്തുനിന്ന് പുറത്തേക്ക് നിർമ്മിക്കപ്പെട്ട ഒരു കൂട്ടം എന്നാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ വാർവിക് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞനായ തോമസ് വിൽസൺ വിശേഷിപ്പിച്ചത്. ഈ ഗ്രഹസമൂഹത്തിലെ 4ാമത്തെ ഗ്രഹം എന്തുകൊണ്ട് പാറകൾ നിറഞ്ഞതായി മാറി എന്നതിനെക്കുറിച്ച് 2 പ്രധാന നിഗമനങ്ങളാണ് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകിൽ ഈ ഗ്രഹം മറ്റു ഗ്രഹങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു വൈകി വന്ന അതിഥിയായിരിക്കാം. മറ്റു ഗ്രഹങ്ങൾ രൂപപ്പെടുന്ന സമയത്ത് ചുറ്റുമുള്ള വാതകങ്ങൾ മുഴുവൻ അവ വലിച്ചെടുത്തതിനാൽ ഈ ഗ്രഹം രൂപപ്പെടുന്ന സമയത്ത് അന്തരീക്ഷം നിർമ്മിക്കാൻ ആവശ്യമായ വാതകങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നതാണ് മറ്റൊരു സാധ്യത. എന്നത് ഈ ഗ്രഹം തുടക്കത്തിൽ ഒരു വലിയ വാതക അന്തരീക്ഷം ഉള്ളതായിരുന്നുവെന്നും എന്നാൽ പിൽക്കാലത്തുണ്ടായ ഏതെങ്കിലും വലിയ കൂട്ടിയിടിയിലോ നക്ഷത്രത്തിൽ നിന്നുള്ള വികിരണങ്ങളിലോ ആ അന്തരീക്ഷം നഷ്ടപ്പെട്ട് ഉള്ളിലെ ശിലാനിർമ്മിതമായ ഭാഗം മാത്രം അവശേഷിച്ചതാകാം എന്നതുമാണ്. ഭൂമിയും ചന്ദ്രനും രൂപപ്പെട്ടത് ഇത്തരമൊരു കൂട്ടിയിടിയിലൂടെയാണ് എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. ഈ 4ാമത്തെ ഗ്രഹത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ജീവന് അനുകൂലമാകാനുള്ള സാധ്യതയാണ്. ഭൂമിയുടെ 5 ഇരട്ടിയിലധികം പിണ്ഡമുള്ള ഈ ഗ്രഹത്തിന്റെ താപനില ഏകദേശം 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് ഭൂമിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന താപനിലയോട് സമാനമാണ്. അതിനാൽ തന്നെ അവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് ഗവേഷകർ കരുതുന്നു. വരും കാലങ്ങളിൽ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വഴി ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിലൂടെ അതിന്റെ യഥാർത്ഥ സ്വഭാവവും വാസയോഗ്യമാണോ എന്ന കാര്യവും തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ. ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഇനിയും പൂർണ്ണമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ. വെബ് ഡെസ്ക് തത്തുമൈ TV.